ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഞാനിന്ന് ഈ ഒരു പ്ലാന്റിൻ്റെ റീപോർട്ടിംഗ് ആണ് കാണിച്ചു തരാൻ പോണത്. ഞങ്ങളുടെ പ്ലാന്റ്സൊക്കെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ പോട്ടൊക്കെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ തിങ്ങി നിറഞ്ഞ് നിന്നിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യണത് കേട്ടോ. ഒരു 4-5 മന്തിനുള്ളിൽ നമ്മുടെ പ്ലാന്റ് ഇങ്ങനെ ചട്ടി പോട്ട് തിങ്ങി നിൽക്കും. അപ്പോൾ അങ്ങനെ നിൽക്കാനായിട്ട് ഞങ്ങൾ ചെയ്യുന്നൊരു ചെറിയൊരു പൊടിക്കൈ, ഇതേപോലെ ഒന്ന് പ്ലാന്റ്സൊക്കെ നട്ടു നോക്കിയാൽ മതി കേട്ടോ. ഇവരാണ്ട് നമ്മുടെ താരം. ഇതെന്താണെന്ന് മനസ്സിലായ? ഇത് ഉണങ്ങിയ കരിയിലൊന്നല്ല, ഈ സംഭവം വേറൊരു ഇതാണ്. അപ്പോൾ ഞാനത് പറയുന്നതിന് മുന്നേ നമുക്ക് എങ്ങനെയാണ് പൊട്ടുന്നത്. അപ്പോൾ പ്ലാന്റ് നടണേന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ കുറച്ച് ചരൽ മണ്ണ്, കുറച്ച് നന്നായിട്ട് വെള്ളം വാർന്നു പോകാനൊക്കെ ആയിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. ഏറ്റവും താഴെയായിട്ട് ചരൽ മണ്ണ് ഇട്ട് കൊടുക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ ഒരു താരത്തെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ നമ്മുടെ ഗാർഡൻ സോയിൽ ഉണ്ടല്ലോ, അതും ഇട്ട് കൊടുക്കും. ഗാർഡൻ സോയിലിൻ്റെ അകത്ത് കുറച്ച് മുട്ടത്തൊണ്ടും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ പ്ലാന്റ് വെച്ച് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്നിങ്ങനെ ലെവൽ ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു പ്ലാന്റ് ഇങ്ങനെ വെച്ച് കൊടുക്കും. എന്നിട്ട് ബാക്കി ഗാർഡൻ സോയിലും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് പിന്നെ നമുക്ക് കുറച്ച് നമ്മുടെ മറ്റേ ആട്ടുംകാട്ടം ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഉണക്കച്ചാണകം, അല്ലെങ്കിൽ ഇതിപ്പോൾ നമ്മളുടെ ഉണക്കച്ചാണകമായിരുന്നു കേട്ടോ. ഉണക്കച്ചാണകവും എല്ലും പൊടി മിക്സ് ചെയ്തിട്ട് കുറച്ച് മുട്ടത്തൊണ്ടും കൂടിയും പൊടിച്ച് മിക്സ് ചെയ്തിട്ടാണ് നമ്മളത് ഇട്ട് കൊടുത്തത്. ഫൈനലി നേരത്തെ കാണിച്ചെന്ന ആ ഒരു മിക്സും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ആ മിക്സിൻ്റെ അതെന്താണെന്ന് മനസ്സിലായിട്ടില്ലല്ലോ. കരിയിലല്ലാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതാണ് പൂപ്പൽ എന്ന് പറയും. പൂപ്പായൽ എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പൂപ്പായൽ എന്നാണ് പറയാറ്. നമ്മുടെ ടെറസിൻ്റെ മേലെ അല്ലെങ്കിൽ കിണറിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഉണ്ടാവണം. ഞാൻ അവിടെ നിന്നാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ 2 സംഭവം പറഞ്ഞു തന്നത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേലെ ടെറസിൻ്റെ മേലെയുള്ള പൂപ്പായൽ നമ്മളിങ്ങനെ അടിച്ച് കളഞ്ഞപ്പോൾ അതിൽ നിന്നാണ് ഇപ്പം ഈ സംഭവം നമ്മൾ നട്ടത് കേട്ടോ. അങ്ങനെയൊക്കെ ഒന്ന് നട്ടു നോക്കും കേട്ടോ. അപ്പോൾ എന്തായാലും പെട്ടെന്ന് പ്ലാന്റ്സ് ഇങ്ങനെ പോട്ട് തിങ്ങി ഉണ്ടാവും. അതുപോലെ തന്നെ ലാസ്റ്റ് നമ്മൾ പ്ലാന്റ് നട്ട് കഴിയുമ്പോൾ എന്തായാലും വെള്ളം ഒഴിക്കണമല്ലോ. അങ്ങനെ വെള്ളം ഒഴിച്ച് നമ്മുടെ പ്ലാന്റിൻ്റെ റിപ്പോർട്ടിങ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ പൂപ്പായലിൽ ചെടി പിടിക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പം ഇനി പ്ലാന്റ്സ് നടാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളുടെ ഒരുപാട് പ്ലാന്റ്സ് സെയിലായി പോയി. അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ചായി, പക്ഷേ എനിക്ക് ഇടാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി പ്ലാന്റ്സൊക്കെ നടുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. കുറച്ച് പൂപ്പായാലും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് പ്ലാന്റ്സ് നടുകയാണെങ്കിൽ പെട്ടെന്ന് മണ്ണിളക്കം ഉണ്ടാവും, വെള്ളം നന്നായിട്ട് വാർന്നു പോവും. അതുപോലെ തന്നെ ബേബി പ്ലാന്റ്സൊക്കെ പെട്ടെന്ന് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. പൂപ്പായൽ മസ്റ്റ് ട്രൈ ആണ്. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് നമ്മുടെ സെയിലൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മുടെ സിറ്റൗട്ടിൻ്റെ ഒരു അന്തരീക്ഷമാണിത്. കുറേയൊക്കെ നമ്മളിത് സെയിലായി പോയി. ബാലൻസ് ഈ ഒരു ഇത്രയും പ്ലാന്റ്സ് ഉള്ളൂ. എന്നാലും നമുക്ക് കാണുമ്പോൾ അങ്ങനെ പോയോ കുറഞ്ഞാന്നുള്ളൊരു ഫീലിംഗ് വരണേ ഇല്ല കേട്ടോ. ഇഷ്ടംപോലെ പ്ലാന്റ്സ് പോയി. ഇപ്പോൾ ലാസ്റ്റ് ക്രിസ്മസ് ഓഫറായിട്ട് കൊടുത്തിട്ട് ഇഷ്ടംപോലെ പ്ലാന്റ്സ് നമ്മളിന്ന് പോയെങ്കിലും നമുക്ക് ആ ഒരു ഫീലിംഗ് തോന്നണില്ല കുറഞ്ഞെന്നുള്ളത്. ഇനിയും അപ്പുറമൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഫ്രണ്ടിലേക്ക് എടുത്ത് സെറ്റാക്കിയിട്ടില്ല. അപ്പോൾ ഫ്രണ്ടിലേക്ക് എടുത്ത് സെറ്റാക്കുമ്പോൾ വീണ്ടും നമ്മുടെ സിറ്റ് ഔട്ട് വീണ്ടും നിറയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ, ബൈ.